നമസ്കാരം. പല ആൾക്കാർക്കും ഉള്ള ഒരു പ്രധാന പ്രശ്നം ഞാൻ എടുത്ത തീരുമാനം ശരിയാണ്. അത് മറ്റൊരാളോട് ക്രോസ് ചെക്ക് ചെയ്യുവോ അല്ലെങ്കിൽ വേണ്ട, എന്തിനാ വേറൊരാൾ ചോദിക്കുന്നത്, ഞാനാണ് തീരുമാനം, ഞാൻ ഏറ്റവും പെർഫെക്റ്റ് ആണെന്ന് ചിന്തിച്ചിരിക്കുന്നവരുണ്ട്. ഞാൻ പറയാൻ കാര്യം വെച്ചാൽ ഈ സോഷ്യൽ മീഡിയയിൽ പല പോസ്റ്റുകളും ഒക്കെ ഇടാൻ തുടങ്ങിയത് കാരണം എനിക്ക് ഒരുപാട് നമ്മുടെ നാട്ടിൽ പ്രശസ്തരായിട്ടുള്ള പല വ്യക്തികളോട് എനിക്ക് കോൺടാക്റ്റ് ഉണ്ട്. അവർ പക്ഷേ ഫോളോവേഴ്സ് ആവണം നിർബന്ധമൊന്നുമില്ല. എന്നാലും പലപ്പോഴെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും ഒരു 10 മിനിറ്റൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഈ അടുത്തിടയ്ക്ക് അത്യാവശ്യം നല്ല പ്രശസ്തനായ ഒരു വ്യക്തി എന്നെ കോൺടാക്ട് ചെയ്തു. എന്നോട് ചോദിച്ചു, മോഹൻ ഫ്രീ ആണോ? ഞാൻ അന്ന് ഫ്രീ ആണ്, സംസാരിക്കാൻ പറ്റുമെന്ന് ഞാൻ സംസാരിച്ചു. അദ്ദേഹം എന്നോട് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലെ ഒരു പേഴ്സണൽ ഇഷ്യൂസ് അദ്ദേഹം എന്നോട് പറഞ്ഞു. വളരെ പേഴ്സണലാണ്. അപ്പോൾ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ, മോഹൻ, ഇത് ഞാൻ എടുത്തൊരു ഡിസിഷൻ ഇങ്ങനെയാണ്, ഇതിലെന്തെങ്കിലും തെറ്റുണ്ടോ? അപ്പം ഞാൻ പറഞ്ഞു, സാർ ഞാനിപ്പോൾ എന്ത് പറയാനാണ്, കാരണം നിങ്ങളെപ്പോലും മനുഷ്യന് എടുത്തൊരു ഡിസിഷൻ തെറ്റാണോ ശരിയാണോ അത് നിങ്ങളുടെ പേഴ്സണൽ കാര്യമല്ലേ. അങ്ങനെയല്ല മോഹൻ, എനിക്കൊരു അഡ്വൈസ് തരണം. ഞാൻ അഡ്വൈസ് ചെയ്യാനായിട്ടുള്ള പ്രാപ്തിയുള്ള വ്യക്തിയല്ല. അപ്പോൾ പറഞ്ഞില്ല, എനിക്ക് ഇപ്പം ഓൾറെഡി അദ്ദേഹം ഫേമസ് ആയതുകൊണ്ട് വേറെ ആളെടുത്ത് എനിക്ക് ചോദിക്കാൻ താല്പര്യമില്ല. മോഹൻ കുഴപ്പമില്ല, എനിക്കൊരു ഫ്രണ്ട് എന്ന നിലയിൽ ഇത് കേട്ടിട്ട് എന്താ അഭിപ്രായം പറയുന്നത്. ഞാനപ്പം പറഞ്ഞു, ഓക്കെ, ഫ്രണ്ട് എന്ന നിലയിൽ ഞാൻ കേട്ടിട്ട് അഭിപ്രായം പറഞ്ഞാൽ സാർ എടുത്ത ഡിസിഷൻ തെറ്റാണ്, അങ്ങനെ അല്ലായിരുന്നു ചെയ്യേണ്ടത്, അത് പ്രശ്നം, അത് സാറ് അങ്ങനെ ഡിസിഷൻ എടുത്തില്ലായിരുന്നെങ്കിൽ ഈ പ്രശ്നം ഈ രീതി വഷളാകത്തില്ലായിരുന്നെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഓക്കെ, താങ്ക് യു, ഞാനത് തിരുത്താം. ഞാൻ പറഞ്ഞതെന്നറിയോ, വളരെ പ്രശസ്തനായ ഒരു വ്യക്തിയായിട്ട് പോലും അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതത്തിൽ അദ്ദേഹം എടുത്ത ഒരു തെറ്റ്, അത് ശരിയാണോ തെറ്റാണോ എന്ന് അയാൾ മറ്റൊരാളോട് ക്രോസ് ചെക്ക് ചെയ്യാൻ ശ്രമിച്ചു. അതൊരു പക്ഷേ ആരെങ്കിലും ആയിക്കോട്ടെ, നമുക്ക് വേണേൽ ക്രോസ് ചെക്ക് ചെയ്യാം, ഫ്രണ്ട്സിനോട് വേണേൽ ചെയ്യാം, അല്ലെ ബന്ധുക്കളോട് ചെയ്യാം, അല്ലെ നല്ല കൗൺസിലിംഗ് ചെയ്യുന്ന ആൾക്കാർ വേണേൽ ചെയ്യാം. അത് ചെയ്യാനുള്ളൊരു മനസ്സ്, അതാണ് അയാളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം.